ഗായ്സ്, എല്ലാവർക്കും കിച്ചസ്റ്റെക്കിൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ ബസ്സായിട്ടായിരിക്കും തോന്നുന്നു. യെസ്, കാരണം ഞാനിപ്പോൾ കാണിച്ചു കണ്ട, ഇതൊരു നോർമൽ ബസ്സാണ്. വലിയ പ്രത്യേകതകളൊന്നുമില്ല. സാധാരണ ഒരു വോൾവോയുടെ ഏതോ ഒരു ബസ്സാണ്. പക്ഷേ വോൾവോയുടെ ബോഡിയും ബിൽഡ് ക്വാളിറ്റിയും ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ എൻജിനൊക്കെ വേറെയാണെന്ന് തോന്നുന്നു. മേ ബി എനിക്കത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഈ വണ്ടി ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഈ ആളെയൊക്കെ ഒന്ന് കയറ്റട്ടെ. എന്നിട്ട് ഒരു മിനിറ്റ്, ഞാൻ മെല്ലനെ ആക്സിലേറ്റർ കൊടുക്കണം, എന്നാലും ഈ വണ്ടി അതിൻ്റെ പരിധിയിൽ നിൽക്കൂ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരച്ചലെല്ലാം ഉണ്ടാകും കേട്ടോ, കാരണം ഇത് അങ്ങനത്തെ ഒരുമാതിരി വഴിയാണ്. നമുക്ക് ഇവന്മാരെല്ലാം കയറ്റാം. ഈ വണ്ടി ഇതാ ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ ഇവൻ അടങ്ങി നിൽക്കൂ. ഗൈസ്, ഇതാണ് ഈ വണ്ടീൻ്റെ ഒരു പെർഫോമൻസ്. ഞാനിപ്പോൾ ഇതാണ്ട് ഇതിട്ടിട്ടാണുള്ളത്. എന്ത് സ്പീഡോ മറ്റേ ഇത് ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ടാണുള്ളത്. ക്രൂയിസ് കൺട്രോൾ ഇട്ട ഈ വണ്ടീൻ്റെ പെർഫോമൻസ് ഉണ്ട്. ഞാനിപ്പോൾ 71-ലാണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രശ്നം. ഇത് നിൽക്കൂല, കയ്യിൽ നിൽക്കൂല വണ്ടി. ഈ വണ്ടീൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. നമ്മൾ ഈ വണ്ടീൻ്റെ ഏറ്റവും പവർ കുറഞ്ഞ ഗിയറായിട്ടുള്ള 10th ഗിയറാണ് ഈ വണ്ടീൻ്റെ ടോപ്പ്. ഈ വണ്ടി ഈ 10th ഗിയറിലിട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പോകും. കണ്ട, വണ്ടി കൺട്രോളിൽ നിൽക്കില്ല. വണ്ടി ഇതാ ഇങ്ങനെ പറക്കും. അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 400 എത്രയോ ചില്ലറയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ തുടക്കം തന്നെ, ഇത് വോൾവോയുടെ വണ്ടിയാന്നേ ഉള്ളൂ. ഇതിന് വെച്ചിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത്, ഈ വെച്ചിരിക്കുന്ന എൻജിൻ്റെ ഒച്ച അങ്ങ് അടിച്ച് കേൾപ്പിച്ചേരാം ഗൈസ്. ബേക്കിന്ന് എക്സോസ്റ്റ് പൊട്ടുന്നുണ്ടോ എന്ന് വരെ ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഏതോ ഒരു വണ്ടിയാണ്. ഈ സാധനം എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ കുത്തരയിലെ കയറ്റം ഒരു കൂസലും ഇല്ലാണ്ട് ഇതാണ്ടേ കണ്ടോ, 10ാമത്തെ ഗിയറിലെല്ലാം ഇട്ടിട്ടാണ് ഈ വണ്ടി ഇത് ഇങ്ങനെ കയറിപ്പോകുന്നത് പുട്ടുപോലെ. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഞാനിപ്പോൾ എങ്ങനെ കാണിച്ചു തരുമെന്ന് എനിക്കറിയില്ല. മേ ബി നമുക്കത് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ഫസ്റ്റ് ഗിയർ മുതൽ കാണിച്ചു തരാം. ആണ് ഗൈസിൻ്റെ പ്രശ്നം. ഈ വളവും തിരിവെല്ലാം ഉണ്ട്. നമ്മൾ പിന്നെ ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ട് വലിയ തട്ടുമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഗൈസ് ജസ്റ്റ് ഒന്ന് ചമ്മിപ്പോയി ഗൈസ്. ഈ വണ്ടി ഓടിക്കൽ നടക്കൂല ഗൈസ്. ഇതിലോട്ടൊന്നും വണ്ടി വരുന്നുണ്ട്, എന്നെ സീനില്ല. ആ വണ്ടിയുടെ സ്പീഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ആ സ്പീഡോമീറ്ററോട്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് മറ്റേ ഒരു സ്പീഡിൻ്റെ ത്രില്ലിലായിപ്പോയി. ഞാൻ ഇതിൽ ഗിയർ ഡൗൺ ചെയ്തത് എനിക്ക് തന്നെ അറിയില്ല. ഈ വണ്ടിൻ്റെ ഗിയറിന് ഡൗൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഈ സാധനത്തിൻ്റെ തൊട്ട പവർ സ്റ്റിയറിങ്ങും എല്ലാം തോന്നുന്നു. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം സ്റ്റിയറിങ്. വിട്ടുപോയാൽ തീർന്നു. ഫുള്ള് ഒടിച്ചാൽ ആ വളയുന്നുള്ളൂ. പോയാൽ കൊക്കയാ തീർന്ന്. പിന്നെ തട്ടും മുട്ടൊക്കെ ഉണ്ടാവും. ഈ ഇടയ്ക്ക് ഈ കാലമടം കയറി വരുന്നുണ്ട്. ഈ ചുരം ഒന്ന് കഴിഞ്ഞോട്ടെ ഗൈസ്, നമുക്കതുവരെ മെല്ലനെ പോവാം. ഞാൻ മിണ്ടുന്നില്ല കേട്ടോ, കാരണം ഈ വണ്ടി അങ്ങനെ സൂക്ഷിച്ച് ഓടിച്ചാൽ ഈ കയ്യിൽ നിൽക്കൂ, എന്തെങ്കിലും നിൽക്കൂല. ആ സാധനത്തിൻ്റെ ഒച്ച കേട്ടാ. വണ്ടി വരുന്നുണ്ട് കേട്ടാ. വണ്ടി എതിരെ വരുമ്പോൾ നമ്മൾ സ്ലോ ആക്കി കൊടുക്കണം. ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെ കുറവാണ്. ഒരു വലിയ ടേൺ വരുന്നുണ്ട് ഗൈസ്. ആ വണ്ടീൻ്റെ ആ ഒരു പവർ ഒക്കെ ഗൈസ്. അയ്യോ തട്ടി.
കേരള റോഡാണ് ഗൈസ്, അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിൽ സ്പീഡ് എടുക്കുന്നില്ല. നോക്കി എടുത്തിട്ടില്ലെങ്കിൽ അടീൻ്റെ കാര്യം ജസ്റ്റ് മിസ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രശ്നം, വണ്ടി കയ്യിലിരിക്കില്ല. ഗൈസ് കണ്ടോളേ, ഈ വണ്ടിയിൽ ചിലപ്പോൾ ആയുസൊക്കെ തീരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് ഇപ്പം കുറേ തട്ടുമൊക്കെ ചെയ്ത്, എന്നാലും നമ്മൾ മാക്സിമം നോക്കാണ്. 3, 2, 1 ഗോ. വലിയ വള വരുന്നുണ്ട്, ചവിട്ടിയാൽ പറ്റും. ഇതാണ് ഗൈസിൻ്റെ പെർഫോമൻസ്. ഇതാണ്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു സീസണും ഇല്ല. വണ്ടി ഇതാണ്ട് ഇത്ര സ്ലോ ആയിരിക്കും, ഇത്രയും സ്ലോ. 7ാമത്തെ ഗിയറിലാണ് ഇല്ലേ. വണ്ടി കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രശ്നം. ഓ ഗൈസ്, എൻ്റെ ദൈവേ, ഇതാണ് ഗൈസ് ഇതിൻ്റെ പ്രശ്നം. ഇത് കയ്യിൽ നിൽക്കൂല, ഈ പരട്ടവണ്ടി എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ. ഗൈസ് ഇതാണ് ഇതിൻ്റെ ഗൈസ് പ്രശ്നം. ഈ സാധനം കയ്യിൽ നിൽക്കൂല, നല്ലൊരു റോഡും നമ്മുടെ നാട്ടിലില്ല. സെറ്റ് ഗൈസ്, ഇനി ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഇതിൻ്റെ ആയുസൊക്കെ പോയി, അല്ലെങ്കിൽ ഇതിന് പൈസയില്ല. ഓക്കെ, ടാറ്റാ, ബൈ.